Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാമല്ലോ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 സീരീസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ അത് 10 കാണാത്തവർ കാണുക, നിങ്ങൾ എഴുതിയെടുക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ എക്സാമിന് റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ KSEB ഉടനെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ പമ്പ് ഓപ്പറേറ്റർ JE, അതുപോലെ തന്നെ നമ്മുടെ ITയുടെ ഇലക്ട്രീഷ്യൻ എക്സാംസിനെല്ലാം യൂസ്ഫുൾ ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. ഓക്കെ, നമ്മൾ ഇതിനെല്ലാം ഈ എക്സാംസിനെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ഉള്ള എല്ലാ എക്സാംസിന് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതെല്ലാം കോൺടാക്ട് ചെയ്യുക. നമ്മുടെ തിയറി റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. തിയറി ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, ടെലഗ്രാമിലാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ 11ാമത്തെ സീരീസിലെ 25 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫിനോമിനൻ ഓഫ് ആൻ അൺചാർജ്ഡ് ബോഡി ഗെറ്റിംഗ് ചാർജ് മിയർലി ബൈ നിയർനെസ് ഓഫ് എ ചാർജ്ഡ് ബോഡി ഈസ് കോൾഡ് ഡാഷ്. എന്താണ് ദ ഫിനോമിന ഓഫ് ഒരു അൺചാർജ്ഡ് ബോഡീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചാർജ് ആവുക, അൺചാർജ്ഡ് ബോഡി ഗെറ്റിംഗ് ചാർജ് ആവുകയാണ്. എങ്ങനെ? ബൈ നിയർനെസ് ഓഫ് എ ചാർജ് ബോഡി എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു അൺചാർജ്ഡ് ബോഡിക്ക് ചാർജ് ആവുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഇൻഡക്ഷൻ ആണോ, അട്രാക്ഷൻ ആണോ, മാഗ്നറ്റിക് ഇഫക്റ്റ് ആണോ, കെമിക്കൽ ഇഫക്റ്റ് ആണോ? നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അറിയാവുന്നത് എന്താണ്? ഇൻഡക്ഷൻ. ഇൻഡ്യൂസ്, ചാർജ് അല്ല, ഇൻഡ്യൂസ് ചെയ്യാണ്, ഇൻഡക്ഷൻ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: the electric field intensity at a point situated at a distance d from a straight charged conductor is proportional to dash. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കുറേ ഡെറിവേഷൻസ്, ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അറ്റ് എ പോയിന്റ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം എ സ്ട്രെയിറ്റ് ചാർജ്ഡ് കണ്ടക്ടർ. ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് d അകലത്തിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ചാർജ്ഡ് കണ്ടക്ടറിൽ ആ ഒരു ഇരിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആ ഒരു അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് എവിടെ ഇരിക്കുകയാണ്? ആ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഡിസ്റ്റൻസ് d അകലത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ഫോർമുല. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈസ് പ്രൊപ്പോർഷണൽ ടു 1/d ആണ്. അതായത് ഈ കൂടുമ്പോൾ നമ്മുടെ d എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് രണ്ടും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ആൻ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഹാസ് ഓൾ പോയിൻറ്റ്സ് അറ്റ് ഡാഷ്. ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? അതായത് ഒരു സർഫസ്, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ ഒരു സർഫസ് ആണ് വിച്ച് ഹാസ് സെയിം ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് എവറി പോയിന്റ്. ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അതിനെ നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിനെ നമ്മൾ എന്താ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ഹാസ് ഓൾ പോയിന്റ്സ് അറ്റ് എന്താണ്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അറ്റ് സെയിം പൊട്ടൻഷ്യൽ. അതാണ് നോട്ട് ചെയ്ത് പഠിക്കാനുള്ളത്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ എന്താണ്? ഹാസ് ഓൾ പോയിന്റ്സ് അറ്റ് ദി സെയിം പൊട്ടൻഷ്യൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിത്തിൻ ദ ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ. കുറച്ച് ലോസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ലോ പ്രകാരമാണ് പറയുന്നത്? ബൈ കൂളുംസ് ലോ. കൂളുംസ് ലോ ആണ് പറയുന്നത്. എന്താണ്? ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിത്തിൻ ദ ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നമുക്ക് എങ്ങനെ ഏത് ലോ വെച്ച് കണ്ടുപിടിക്കാം? കൂളുംസ് ലോ വെച്ച് കണ്ടുപിടിക്കാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ മോസ്റ്റ് മെറ്റീരിയൽസ് ലൈസ് ബിറ്റ്വീൻ. ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വരുന്നത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മോസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 1നും 20നും ഇടയ്ക്കാണ് വരുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ഇംപിഡൻസ് ട്രയാങ്കിൾ. നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് എന്തിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ ഇംപിഡൻസ് ഡ്രോപ്പ് ആണോ, റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആണോ, റിയാക്റ്റൻസ് ഡ്രോപ്പ് ആണോ, അപ്പാരൻറ്റ് പവർ ആണോ? ഇപ്പോൾ നമുക്കറിയാം ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതാണ് ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇംപിഡൻസ് ട്രയാങ്കിൾ ഇംപിഡൻസ് ഡ്രോപ്പ് ആണ്, അല്ലേ? ഇംപിഡൻസ് ഡ്രോപ്പ് ആണ് ഹൈപ്പോട്ടിന്യൂസ്. ഇംപിഡൻസ് ട്രയാങ്കിളിൽ നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇംപിഡൻസ് ഡ്രോപ്പ് ആണ്. ഇവിടെയാണെങ്കിൽ എന്ത് വരും? റിയാക്റ്റൻസ് ഡ്രോപ്പ് വരും. ഇവിടെയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ഡ്രോപ്പ് വരും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഫോർമുല വുഡ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻഡക്റ്റൻസ് ഓഫ് ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ്. നമ്മുടെ ഇൻഡക്ടേഴ്സ് സീരീസിലും പാരലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ഫോർമുലയാണ് നമ്മുടെ ടോട്ടൽ ഇൻഡക്റ്റൻസ് ഓഫ് ഇൻഡക്ടേഴ്സ് സീരീസിലാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ്? LT = L1 + L2. ഡയറക്റ്റ് ആഡിങ് ആണ് സീരീസ് ആകുമ്പോൾ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ എ കപ്പാസിറ്റർ ദ ഇലക്ട്രിക് ചാർജ് ഈസ് സ്റ്റോർഡ് ഇൻ. ഇൻ എ കപ്പാസിറ്റർ ദ ഇലക്ട്രിക് ചാർജ് ഈസ് സ്റ്റോർഡ് ഇൻ. കപ്പാസിറ്ററിലെ ഇലക്ട്രിക് ചാർജ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻ ഡയലക്ട്രിക്. അത് എല്ലാവർക്കും അറിയാം, അല്ലേ? കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഡയലക്ട്രിക്കിലാണ്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: ദ കപ്പാസിറ്റി ഓഫ് കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ പവർ ഫാക്ടർ കറക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഡാഷ്. ദ കപ്പാസിറ്റി ഓഫ് കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ പവർ ഫാക്ടർ കറക്ഷനിൽ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഏത് ടേംസ്, ഇൻ ടേംസ് ഓഫ് എന്തിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? എന്തിനാണ്? kVAR എക്സ്പ്രസ് ചെയ്യുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, കപ്പാസിറ്റേഴ്സ് ആർ സെറ്റ് ടു, എന്താണ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ബ്ലോക്ക് ഡി സി ആൻഡ് പാസ് എ സി ആണ്. കപ്പാസിറ്റർ എന്നാണ് ഡി സി ബ്ലോക്ക് ചെയ്യുക, എ സിനെ പാസ് ചെയ്യുക, കടത്തി വിടുക. ഓക്കെ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ഓഫ് ദി പോസിറ്റീവ് പ്ലേറ്റ് ഇൻ എ ലെഡ് ആസിഡ് സെൽ അറ്റ് ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ? അപ്പോൾ നമ്മുടെ ആ ഒരു സെൽസിൻ്റെയൊക്കെ ആ ഒരു സിലബസ് വരുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തിയറി ക്ലാസ് സെൽസ്, ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, ആൽക്കലൈൻ ബാറ്ററി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററിനെ കുറിച്ച്, പ്രൈമറി സെൽ, സെക്കൻഡറി സെല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കുക എന്താണ്, നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിൽ വാട്ട് ഈസ് ദി കളർ ഓഫ് ദി പോസിറ്റീവ് പ്ലേറ്റ് ഫുള്ളി ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇറ്റ് ഈസ് വൈറ്റിഷ് കളറാണ്. ഇറ്റ് ഈസ് വൈറ്റിഷ് കളർ. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്? നമ്മുടെ ഇലക്ട്രോലൈറ്റിന് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഹൈഡ്രോമീറ്റർ. എന്താണ്? ഹൈഡ്രോമീറ്റർ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ് ഇൻ എ ലെഡ് ആസിഡ് സെൽ. ലെഡ് ആസിഡ് സെല്ലിൽ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ നമ്പർ എത്ര എണ്ണമാണ് വരുന്നത്? നമ്പർ ഓഫ് നെഗറ്റീവ് പ്ലേറ്റ്സ് ഇൻ ലെഡ് ആസിഡ് സെല്ല് എത്രയാണ്? ഇറ്റ് ഈസ് 1 more than നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ്. 1 more than നമ്പർ ഓഫ് പോസിറ്റീവ് പ്ലേറ്റ്സ് ആണ്. ഓക്കെ. നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വരുന്നതാണ്, ഏതെങ്കിലും അത് റിലേറ്റ് ചെയ്ത് വരുന്ന ലെഡ് ആസിഡ് സെല്ലിലും ലെഡ് ആസിഡ് ബാറ്ററിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺ ലോഡിംഗ് ദ സ്പീഡ് ഓഫ് എ ഡി സി സീരീസ് മോട്ടർ. നമ്മൾ ഡി സി സീരീസ് മോട്ടറിൽ ലോഡ് കൊടുക്കുമ്പോൾ, ഓൺ ലോഡിംഗ് ദ സ്പീഡ് ഓഫ് ഡി സി സീരീസ് മോട്ടർ വാട്ട് ഹാപ്പൻ? എന്ത് പറ്റുന്ന സ്പീഡ് എന്ത് പറ്റും? എന്താ പറ്റുന്നത്? ഇൻക്രീസ് ചെയ്യോ, ഡിക്രീസ് ചെയ്യോ, 0 ആവോ, റിമെയിൻ 0 ആവോ, എന്താണ്? ഇത് കുറയാണ് ചെയ്യുന്നത്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, വാർഡ് ലിയാനോഡ് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ പ്രൊവൈഡ് സ്പീഡ് കൺട്രോൾ ഡാഷ്. എന്താണ് വാർഡ് ലിയാനോഡ് മെത്തേഡ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതെന്ത് പ്രൊവൈഡ് ചെയ്യാണ്? സ്പീഡ് കൺട്രോൾ എബോ റേറ്റഡ് സ്പീഡാണോ, ബിലോ ആണോ, അത് വൺ ഡയറക്ഷൻ ആണോ, ബോത്ത് ഡയറക്ഷൻ ആണോ എന്ന്? എന്താണ്? ഇൻ ബോത്ത് ഡയറക്ഷൻസിലും അത് സ്പീഡ് കൺട്രോൾ അലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, എ സീരീസ് മോട്ടർ ഹാസ്. ഒരു സീരീസ് മോട്ടറിൽ എന്താണ് ഒരു സീരീസ് മോട്ടർ എന്ന് വെച്ചാൽ വൈഡ്ലി വേരിയിങ് സ്പീഡാണോ, അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സ്പീഡാണോ, അറ്റ് ഓൾ ലോഡ്സ്, ലോ സ്പീഡ് അറ്റ് ഹൈ ലോഡ്സ് ആൻഡ് ഹൈ സ്പീഡ് അറ്റ് ലോ ലോഡ്സ്? ഏതാണ്? സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ലോ സ്പീഡ് അറ്റ് ഹൈ ലോഡിൽ സ്പീഡ് കുറവായിരിക്കും, ലോ ലോഡിൽ സ്പീഡ് കൂടുതലായിരിക്കും. നമ്മൾ സീരീസ് മോട്ടർ എന്ന് വെച്ചാൽ. അടുത്ത, ഹോപ്കിൻസൺസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ്. ഇതിലാണ് ഹോപ്കിൻസൺസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അറ്റ് ഫുൾ ലോഡ് കണ്ടീഷനിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡി സി ജനറേറ്റർ ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ. ഡി സി ജനറേറ്ററിനകത്ത് ലാപ്പ് വൈൻഡിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഏതിൽ കണ്ടീഷനിലാണ്? ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പഠിച്ചോണം. ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ് ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലാപ്പ് ആണെങ്കിൽ എന്താണ്? ലാപ്പ് ലോ എന്ന് ഓർത്താൽ മതി. ലാപ്പ് എന്ന് പറയുമ്പോൾ ലോ വോൾട്ടേജ്, ലാപ്പ് എല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലോ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് കുറവാണ്. വോൾട്ടേജ് കുറവാണെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക. ലാപ്പിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, കറണ്ട് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് വെച്ച് പഠിക്കാം. ഓക്കെ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓഫ് എ ഡി സി ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ യൂസിങ്. എങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള? ഡി സി ജനറേറ്ററിന് ഇൻഡ്യൂസ് ഇ എം എഫ് ഇൻ ആർമേച്ചർ കണ്ടക്ടർ ഓഫ് എ ഡി സി ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ്. ഏത് റൂൾ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ അത് 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി ആർമേച്ചർ കോർ ഓഫ് എ ഡി സി ജനറേറ്റർ. അത് ഒരു റിപ്പീറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മുടെ ഡി സി ജനറേറ്ററിൽ ആർമേച്ചർ കോറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് സിലിക്കൺ സ്റ്റീൽ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ബുഷോസ് റിലേ. നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന ബുഷോസ് റിലേ എന്ന് പറയുന്ന യൂസ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ബുഷോസ് റിലേ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ടാങ്കും കൺസർവേറ്ററിൻ്റെ അവിടെയാണ് വയ്ക്കുന്നത്. ബിറ്റ്വീൻ ദ ടാങ്ക് ആൻഡ് കൺസർവേറ്ററിലാണ് നമ്മുടെ ബുഷോൾസ് റിലേ പ്ലേസ് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ. ഓക്കെ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ബുഷോസ് റിലേ എന്ത് ഡിവൈസാണ്? നമ്മൾ ബുഷോസ് റിലേയുടെ വർക്കിങ്ങും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ഡിവൈസാണ്? എ ഗ്യാസ് ആക്ച്വേറ്റഡ് ഡിവൈസാണ്. എന്താണ്? ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് ഡിവൈസാണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, എം സി ബി ഈസ് മോർ റിലയബിൾ ദാൻ. എം സി ബി എന്ന് വെച്ചാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എം സി ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ തിയറി ക്ലാസ്സസ് ഒക്കെ കുറച്ചൊക്കെ ഞാൻ യൂട്യൂബിൽ കോമൺ ആയിട്ട് ഇട്ടിട്ടുണ്ട്, പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അല്ലാതൊക്കെ പ്രൈവറ്റാണ്. നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ചില വീഡിയോസ് പബ്ലിക്കായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് കയറി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഓരോ പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ സബ് എഞ്ചിനീയർ അങ്ങനെ ഓരോരോ പ്ലേലിസ്റ്റ് നമുക്കുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സസ് എല്ലാം കിട്ടും. ഓക്കെ. അപ്പോൾ എം സി ബി എന്ന് പറയുമ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. ഈസ് മോർ റിലയബിൾ ദാൻ. ഏതാണ്? ഫ്യൂസസിനെ കാട്ടി മോർ റിലയബിൾ ആണ് എം സി ബി എന്ന് വെച്ചാൽ.
അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു BIS 1293 ആൻഡ് 1988 ദ റേറ്റിംഗ് ഓഫ് സ്വിച്ചസ് ആൻഡ് അപ്ലയൻസസ് കണക്ഷൻ ഷുഡ് ബി. ഈ ഒരു BIS റൂൾ പ്രകാരം സ്വിച്ചസിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ അപ്ലയൻസസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് 6 ആംബിയർ അല്ലെങ്കിൽ 16 ആംബിയർ ആണ്. ആ ഒരു BIS റൂൾ പ്രകാരം. BIS എന്ന് പറയുമ്പോൾ എന്താണ്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ സ്വിച്ചസിൻ്റെ റേറ്റിംഗ് അല്ലെങ്കിൽ അപ്ലയൻസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആംബിയർ മുതൽ അല്ലെങ്കിൽ 6 ആംബിയർ അല്ലെങ്കിൽ 16 ആംബിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കാം, എല്ലാവരും സമയം കളയാതെ പഠിക്കുക. നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് എക്സാംസ് ഒക്കെ പ്രതീക്ഷിക്കാം. സോ നിങ്ങളുടെ ടൈം കളയാതെ നിങ്ങൾ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കുക. ഓക്കെ, പഠിച്ചു തുടങ്ങാൻ സമയമായി. നമ്മുടെ ഇഷ്ടംപോലെ ഇലക്ട്രിക്കലിൻ്റെ കുറേ എക്സാംസ് ഇനി വിളിക്കുന്നുണ്ട്. സോ നിങ്ങളത് വാക്കൻസീസും വരുന്ന എക്സാംസ് ആണ്. സോ ടെക്നിക്കൽ എക്സാംസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ GK ഈ വർഷം നമുക്കറിയാമല്ലോ, ടെക്നിക്കൽ എക്സാംസ് GK ഒന്നുമില്ല, നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രമാണ് വരുന്നത്. അപ്പോൾ നല്ലപോലെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ ആ ഒരു ഗവൺമെൻറ് ജോബ് നിങ്ങൾ വാങ്ങുക. ഓക്കെ, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ ആ ഒരു 10 സീരീസ്, നമ്മുടെ ഇന്നത്തെ ഗുണകൂട്ടി 11 സീരീസ് ഉണ്ട് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക്. അത് പഠിക്കുക. നിങ്ങൾ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. അതൊക്കെ വളരെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.